5ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ അഖീദ പരീക്ഷയ്ക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്ന രൂപത്തിലുള്ള വിശദീകരണമാണ്. ഒരു തവണ കേട്ടുകഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മുഴുവനായി തന്നെ കേൾക്കുക, നഷ്ടപ്പെടുത്തി കളയരുത്. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നുള്ളതാണ്. അതിലൊന്ന്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ് ചോദിച്ചത്? സുന്നത്ത് ജമാഅത്താണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രാർത്ഥനയുടെ മര്യാദയാണ്. 3, ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് സുന്നത്ത്. 4, സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാ ഉർ റാഷിദൂൻ, ഖുലഫാ ഉർ റാഷിദീങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി, ഈ 4 പേരാണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ. ഇനി 5, ഈജിപ്തിലെ ഗവർണർ ആരാണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. 6, മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 7, വടി സർപ്പമാകും ആരുടേതാണത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മനസ്സിലാക്കി വെക്കുക. 2, പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. 2, പൂർത്തിയാക്കാം എന്നുള്ളതിൽ 1, ഔലിയാ, ശുഹദാ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. 2, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. 3, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഓ ഔലിയാക്കളെ, നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല, നിങ്ങളുടെ മേലൊരു ടെൻഷനുമില്ല, ദുഃഖവുമില്ല എന്നതാണ് അതിൻ്റെ ആശയം. 4, വഇൻ കാനല്ലാഹു യുജ്രീകി ഫസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജ്രീകി. ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് അയച്ച കത്താണ്. നീ സ്വന്തമായിട്ടൊഴുകുന്നതാണെങ്കിൽ ഒഴുകണ്ട, നേരെമറിച്ച് നിന്നെ ഒഴിപ്പിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ ആ അള്ളാഹുവിനോട് ഞാൻ നിന്നെ ഒഴിപ്പിക്കാൻ ചോദിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം വരുന്നത്. അപ്പോൾ അൽ ഖഹാർ അൻ യുജ്രീകി എന്നാണ് അവിടെ പൂരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം. ഉത്തരങ്ങൾ എളുപ്പത്തിൽ അറിയണമെങ്കിൽ പാഠം നമ്മൾ നല്ലോണം വായിക്കണം. പ്രത്യേകിച്ച് പരീക്ഷാ പാഠഭാഗങ്ങളിൽ അവസാനത്തെ 3 പാഠങ്ങളൊക്കെ ചുരുങ്ങിയത് 3 തവണയെങ്കിലും വായിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. ഇനി 3, വ്യക്തമാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിൽ 1, സ്വഹാബി ആരാണ്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. എങ്ങനെ? മുഅ്മിനായ നിലയിൽ, വിശ്വാസിയായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കണം, മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2, ബിദഈകൾ ആരാണ്? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ്. ബിദഈകൾ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ്. നോട്ട് ചെയ്തോളൂ. 3, ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ്. അവരെല്ലാവരും കൂടെ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനാണ് ഇജ്മാ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ ഗവേഷകരായ പണ്ഡിതന്മാർ ഏക അഭിപ്രായമാണ് ഇജ്മാ എന്നറിയപ്പെടുന്നത്. അതിൽ 4, സുന്നത്ത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്. ഏതൊക്കെയാണ്? നബി തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത്.
അപ്പോൾ ഈ വായിച്ച 4 ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. പഠിച്ചു എന്ന് എന്തായാലും ഉറപ്പുവരുത്തുക. ഇനി 4-മത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അദ്ദുആഉ എന്നാൽ എന്ത്? ദുആ പ്രാർത്ഥന എന്നാൽ എന്ത്? എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അറിഞ്ഞിരിക്കൽ നിർബന്ധമാണിത് കേട്ടോ. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സഹായം. 2 വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച 2 ഇമാമുകൾ ആരെല്ലാം? അപ്പോൾ നമ്മുടെ വിശ്വാസപരമായ 2 ഇമാമുകൾ ആരൊക്കെയാണ്? ഇമാം അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ല, ഇമാം അബൂ മൻസൂരിൽ മാതുരിദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർ 2 പേരുമാണ് വിശ്വാസപരമായ പണ്ഡിതന്മാർ. അപ്പോൾ ഇതിൽ നമ്മൾ പിൻപറ്റുന്നത് അബൂ ഹസൻ അൽ അശ്അരി എന്നവരെയാണ്. 2 പേരുടെയും പേര് പഠിച്ചു വെക്കുക. വിശ്വാസമുണ്ട്, മറന്നു പോകരുത്. കർമ്മത്തിൻ്റെ വേറെ വരുന്നുണ്ട്. 3-മത്തത് വഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? അപ്പോൾ നബി മരിക്കുന്ന സമയത്ത് എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു? 100,000-ൽ പരം സ്വഹാബിമാരുണ്ടായിരുന്നു. 4-മത്തത് മുസ്ലിമീങ്ങൾ അംബിയാ ഔലിയാക്കളോടും മറ്റും നടത്തുന്ന സഹായാർത്ഥന പ്രാർത്ഥനയല്ല. കാരണം എന്ത്? കാരണം അംബിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. മുഅ്മിനുകളായ നാം അപ്രകാരം വിശ്വസിക്കുന്നവരുമല്ല. അപ്പോൾ കാരണം അംബിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല, ആരാധനക്കർഹരായ ആളുകളല്ല അവർ. പിന്നെ മുഅ്മിനീങ്ങളായ നാം അപ്രകാരം വിശ്വസിക്കുന്നുമില്ല. 5-മത്തത് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ആരെല്ലാം? ഇപ്പം നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ്, ഇതിൻ്റെയൊക്കെ മസ്അലകളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വിധികൾ, ആ വിധികൾ ക്രോഡീകരിച്ച 4 ഇമാമുമാരുണ്ട്. അവരെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒരാളെയാണ് നമ്മൾ പിൻപറ്റുന്നത്. അത് നമുക്കറിയാം, ഷാഫി ഇമാമിനെയാണ്. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി 1, ഇമാം അബൂ ഹനീഫ 2, ഇമാം ഷാഫി റഹ്മത്തുള്ള 3, ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4. അപ്പോൾ ഇതാണ് മദ്ഹബിൻ്റെ 4 ഇമാമുമാർ എന്നറിയപ്പെടുന്നത്. അത് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം നടത്തിയവരാണ്. ഇനി 5-മത്തത് അർത്ഥം എഴുതാം എന്നുള്ളതിൽ 1 ശിർക്ക് ബഹുദൈവ വിശ്വാസം, 2 ഇബാദത്ത് ആരാധന, 3 തൗഹീദ് ഏകദൈവ വിശ്വാസം, 4 ദാത്ത് സത്ത, അള്ളാഹുവിൻ്റെ ശരീരത്തിനെ കുറിച്ചുള്ള പ്രയോഗമാണ് സത്ത എന്ന് പറയുന്നത്. ഇനി 6-മത്തത് കള്ളികളിൽ പൂർത്തിയാക്കാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ അബൂബക്കർ, അബി കുഹാഫ, ഉമർ ബിൻ അൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ്. ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഖുലഫാഉർ റാഷിദീങ്ങളിൽ വന്നതാണ്. ഇനി സഅദ് ബിൻ അബി വഖാസ് ഉണ്ട്, സഈദ് ബിൻ സെയ്ദ്, സുബൈർ ബിൻ അവ്വാം, തുൽഹത്ത് ബിൻ ഉബൈദില്ല, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു, അതും കൂടെ വായിച്ചു നോക്കുക. 2ലും കൂടെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങൾ പ്രധാനമായി ഇമ്പോർട്ടൻ്റായി കണ്ടുകൊണ്ട് പോയിൻ്റ് രേഖപ്പെടുത്തി പഠിക്കുക. പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട എല്ലാ ഭാഗങ്ങളും കൃത്യമായി വായിച്ച് പഠിക്കുക. അതിൽ പറയപ്പെട്ട ആയത്തുകളും ഹദീസുകളൊക്കെ കാണാതെ പഠിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നല്ല മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം ഇനിയും നമുക്ക് പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യണം. അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ചെയ്യാത്തവർ ചെയ്യുക. ലൈക്ക് 1 ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.